ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോമ്പിൻ്റെ തലേദിവസം ചെയ്തു വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്നാം നോമ്പ് തറയും കൂടി ആയിട്ടോ ഇതിൽ കാണിക്കുന്നത്. ഞാൻ 2 ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ട് നന്നായിട്ട് കേക്ക് വെള്ളമൊക്കെ പോക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരവ് തേച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കറിവേപ്പിലേൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് ഉപ്പൊന്നും ചേർക്കണില്ല കേട്ടോ. ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണ്. നമ്മൾ സാധാരണ അധികം പത്തിരിയൊക്കെ ഉണ്ടാക്കും, പിന്നെ ചപ്പാത്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമല്ലോ. അതിക്കുള്ള കറിക്കുള്ള ഇതാണ് സംഭവമാണ് കേട്ടോ റെഡിയാക്കി വെക്കുന്നത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിക്കൻ ഇങ്ങനെ നന്നായിട്ട് എന്താ പറയുക വെള്ളമൊക്കെ പോക്കിയെടുക്കാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് നമ്മൾ ഇതുപോലെ അരവ് തേച്ചിട്ട് ഞാനൊരു 2 കോഴീനെ ഒരു 3 ഭാഗമായിട്ടാണ് കേട്ടോ മാറ്റി വെക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് കൂടുതലൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പണി റംസാൻ്റെ എളുപ്പമാവും കേട്ടോ. നമ്മൾ ചിക്കനൊക്കെ ഫ്രീസറിൽ വെച്ചാൽ അതെടുത്ത് ഐസ് വിട്ട് പിന്നെ അതൊന്ന് കഴുകി അങ്ങനെയൊക്കെ നിൽക്കാൻ കുറേ സമയം എടുക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മസാലയിലേക്ക് ഉള്ളിയുടെ മസാലയിലേക്കൊക്കെ ഇട്ട് കൊടുത്ത് പെട്ടെന്ന് നമുക്ക് കറി റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇതാണ് കേട്ടോ ഒന്നാമത്തത്. രണ്ടാമത്തത്, നമ്മളിപ്പോൾ ദിവസം ചിക്കനൊന്നും കറി വെക്കുമല്ലോ. ഞാൻ എൻ്റെ കാര്യം കേട്ടോ പറയണം. ദിവസം ചിക്കനൊന്നും കറി വെക്കില്ല. ആദ്യത്തെ കുറച്ച് ദിവസം ചിക്കനൊക്കെ ആക്കാരം. പിന്നെ ഇതുപോലെ നമ്മൾ പത്തിരി അതുപോലെ തന്നെ ചപ്പാത്തി നൂലപ്പമൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതിക്കുള്ള ഇതിന് നമുക്ക് കടലയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെറുപയറൊക്കെ വേണമെങ്കിൽ കടല വേണം, അങ്ങനെ പലതും ഞാൻ മാറ്റി ചെയ്യലുണ്ട്. മീനും ഒക്കെ വെക്കലുണ്ട് കേട്ടോ. അവസാനത്തെ 10 ആകുമ്പോൾ കുറച്ച് മീനും ഒക്കെ വാങ്ങലുണ്ട്. അപ്പോൾ ഇതുപോലെ കടല ഞാനൊന്ന് വേവിച്ചിട്ട് ഉപ്പിടാതെ കേട്ടോ വേവിച്ചിട്ട് ഇതുപോലെ സിബ്ലോക്ക് കവറിലോട്ട് ആക്കി വെക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് പോക്കണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സിമ്പിളാണ്. അതൊന്ന് കുതിർത്താനോ കുക്കറിൽ അടിക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് 1 കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് കേക്ക് വൃത്തിയാക്കി അതിൻ്റെ ആ പുറത്തത്തെ തോലൊന്ന് പോക്കിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ടാക്കിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. ഞാനൊരു കുക്കറിൽ ഇതൊന്ന് 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം ഞാനൊരു 25ഓളം ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബദാമിന് വരെ നിങ്ങൾക്ക് കാഷ്യൂ ആണെങ്കിലും മതി കേട്ടോ. ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കൂടുതൽ വെള്ളം ഒഴിക്കണ്ട കേട്ടോ. അപ്പോൾ വെള്ളം നമുക്ക് ആവശ്യമില്ല, ഇതിൽ നമ്മൾ സ്റ്റോർ ചെയ്യാനുള്ളതുകൊണ്ട്. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനൊരു 3 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേവിച്ചിട്ട് നന്നായിട്ട് ചൂട് പോക്കാനായിട്ട് അതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് ഇത് ചൂട് പോയതിന് ശേഷം നമുക്കിത് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുക്കണം കേട്ടോ. ബദാമിൻ്റെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് തോലൊക്കെ പോക്കി എടുത്തിട്ട് നമുക്കിത് ഒരു സിബ്ലോ കവറിലിട്ടിട്ട് നമുക്കിത് ഫ്രീസറിൽ വെക്കാം കേട്ടോ. ഇപ്പോൾ ജ്യൂസ് അടിക്കാൻ തരിക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കുമ്പോഴും ചിലപ്പോഴൊക്കെ ഇത് കുറച്ച് ഇട്ട് അരച്ചിട്ട് അത് നമ്മൾ പാലിൽ കലക്കിയിട്ട് അങ്ങനെ തരിക്കഞ്ഞി ഉണ്ടാക്കലുണ്ട് കേട്ടോ. എപ്പോഴും നമ്മൾ തരിക്കഞ്ഞിയിൽ വെറും റവ മാത്രം ഇട്ട് ചെയ്യുന്നതിലും ഇങ്ങനെ ക്യാരറ്റ് കൂടെ ചേർക്കുമ്പോൾ വേറെ ടേസ്റ്റാണ്. നമ്മളിവിടെ അധിക ദിവസവും തരിക്കഞ്ഞി ഇഷ്ടമാണ് കേട്ടോ. ഹസ്ബൻഡിനൊക്കെ നല്ല ഇഷ്ടമാണ്, മോനും. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ ചെയ്ത് വെക്കലുണ്ട്. ജ്യൂസ് അടിക്കാനും ഇതെടുക്കാം കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഇത് മാത്രം അരച്ചിട്ട് പാലും ചേർത്തിട്ട് നമുക്ക് ചൂടോടെ ഒരു ഡ്രിങ്കായിട്ടും അങ്ങനെ എടുക്കാം. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ആദ്യം ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ സ്നാക്കൊക്കെ ഉണ്ടാക്കാൻ ചിക്കൻ ആവശ്യമാണ് അല്ലേ. അപ്പോൾ അതിലേക്ക് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കുക. വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഇതൊരു 3-4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അഥവാ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം ഒന്ന് വറ്റിച്ചിട്ട് എടുക്കണേ. ഞാൻ കുറച്ച് വെള്ളം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. ചിക്കനിൽ നിന്നും കൂടി കുറച്ച് വെള്ളം ഇറങ്ങി വരും. എന്നിട്ട് വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുത്തോളൂ കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് വെന്തതിന് ശേഷം ചൂടൊക്കെ ആറിയിട്ട് നന്നായിട്ടൊന്ന് ക്രഷാക്കി എടുക്കാം കേട്ടോ. കൈകൊണ്ട് ഞാൻ വെച്ച് കീറി ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു 2 പാത്രത്തിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതും ഒരു പണിയല്ലേ. നമുക്ക് ചിക്കനൊക്കെ വേവിക്കാനും അതിങ്ങനെ ക്രഷാക്കാനും ഒക്കെ നമുക്ക് കുറേ ടൈം പോകൂലേ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ടൈം കിട്ടൂല. അപ്പോൾ എന്താ പറയുക, നോമ്പ് മാസത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം സ്നാക്കൊക്കെ ഉണ്ടാക്കുമല്ലോ, എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് റെഡിയാക്കി വെച്ചാൽ നമ്മുടെ പണികളൊക്കെ എളുപ്പമാകും. ഏത് സമയം നമുക്ക് അടുക്കളയിൽ നിൽക്കേണ്ടി വരില്ല. പിന്നെ ഞാൻ കുറച്ച് എന്താ പറയുക തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. അതെല്ലാവരും ചെയ്ത് വെക്കുന്ന കാര്യമാണ്. പിന്നെ ഞാൻ പത്തിരിക്ക് പൊടി വാട്ടുന്നത് ഇത് നോമ്പിൻ്റെ അന്നത്തെ ദിവസത്തെ കാര്യം കേട്ടോ. പത്തിരിക്ക് പൊടി വാട്ടുന്നത് കുക്കറിലാണ്. ഞാൻ 2 ഗ്ലാസ് പത്തിരിപ്പൊടി എടുത്തപ്പോൾ 3 ഗ്ലാസ് വെള്ളമാണ് കുക്കറിലാണ് കേട്ടോ വാട്ടുന്നത്. സിമ്പിളായിട്ട് കുക്കറിൽ നമുക്ക് വാട്ടിയെടുക്കാൻ പറ്റും. ഒരുപാട് ഇട്ട് കുഴക്കേണ്ടതൊന്നും ആവശ്യം വരില്ല. അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയോട് ഇതിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ കുക്കറിൽ നിങ്ങൾ ഇതുപോലെ പൊടി വാട്ടിയിട്ട് പത്തിരി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കും. ഒരുപാടിട്ട് കുഴപ്പമൊന്നും വേണ്ട. ഇത് വെള്ളം നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊടി ഇട്ട് കഴിഞ്ഞാൽ നന്നായി ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇതുപോലെ ഒന്ന് മിക്സാക്കാം. മിക്സാക്കി കഴിഞ്ഞ് ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക്
ഇത് കുക്കർ വിസിലടക്കം വെച്ചിട്ടൊന്ന് അടച്ച് വെച്ചാൽ മതി. ഒരു അരമണിക്കൂർ ഇതിങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുഴക്കുമ്പോൾ ഒന്ന് ആ കല്ലിന്ന് ഇടികല്ലുകൊണ്ടൊന്ന് കുത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിമ്പിളായിട്ടിത് കുഴച്ചെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള പത്തിരിയും നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഒരുപാട് കുഴക്കേണ്ടതൊന്നും ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതേ പത്തിരി ഇതുപോലെ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല അടിപൊളി പത്തിരിയായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കിക്കോട്ടോ. പിന്നെ ഞാൻ അതേ കുറച്ച് ഉള്ളി ഇതുപോലെ തോലൊക്കെ പോക്കിയിട്ട്, തോല് പോക്കി കഴിഞ്ഞാൽ പിന്നെ കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. ഉള്ളി കഴുകാതെ വേണം ഇതുപോലെ എടുത്ത് വെക്കാനായിട്ട്, സ്റ്റോർ ചെയ്ത് വെക്കാൻ. കുറച്ച് ഉള്ളി ഇതുപോലെ കവറിലാക്കി വെച്ചാൽ മതി. സാധാരണ നമ്മൾ ഉള്ളിയൊന്നും ഇങ്ങനെ ചെയ്യലില്ലല്ലോ, ഇങ്ങനെ ഒന്ന് ചെയ്ത് വെക്കൊണ്ട് നല്ല ഉപകാരമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഒന്നാം നോമ്പ് തുറ വിശേഷം കൂടി കാണിക്കുന്നുണ്ട്. നമ്മൾ നോമ്പ് തുറക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും തയ്യാറാക്കലില്ല കേട്ടോ. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും, അത് എപ്പോഴും ഒന്നും ഉണ്ടാവില്ല. പിന്നെ പത്തിരിയോ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു രീതിയിലാണ് നമ്മൾ നോമ്പ് തുറ ഉണ്ടാക്കൽ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ കാണുമ്പോൾ ഇഷ്ടമായിട്ട് ഉണ്ടെങ്കിൽ മാത്രം ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാം. ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.